മത്സരാർത്ഥികളുടെ റെക്കോർഡ് പങ്കാളിത്തത്തോടെ റിയാദ് മാരത്തണിന്റെ മൂന്നാം പതിപ്പ് സമാപിച്ചു. 125 രാജ്യങ്ങളിൽ നിന്നായി 20,000-ലധികം പേരാണ് മാരത്തണിൽ പങ്കെടുത്തത്. മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരും മത്സരത്തിന്റെ ഭാഗമായി. സൗദി സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് റിയാദ് മാരത്തൺ സംഘടിപ്പിച്ചത്. 125 രാജ്യങ്ങളിൽ നിന്നായി 20,000-ലധികം മത്സരാർത്ഥികൾ മാരത്തണിൽ പങ്കെടുത്തു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കിങ് സൗദ് യൂണിവേഴ്സിറ്റിക്ക് പകരം കിങ്ഡം അരീനക്കും ബൊളിവാർഡ് വേൾഡിനും സമീപമായാണ് സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് ലൈനുകളും മാരത്തൺ വില്ലേജും സജ്ജീകരിച്ചത്. നാല് വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം. എലൈറ്റ് വിഭാഗമായ 42.2 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഫുൾ മാരത്തണിൽ 682 പേർ പങ്കെടുത്തു. 21.1 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഹാഫ് മാരത്തണിൽ 3028 പേരാണ് പങ്കെടുത്തത്. 10 കിലോമീറ്റർ ഓട്ടത്തിൽ 7938 പേരും 4 കിലോമീറ്റർ ഫാമിലി റണ്ണിൽ 8446 പേരും പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണത്തിലും ഈ വർഷം വൻ വർധനവ് രേഖപ്പെടുത്തി. 7200-ലധികം സ്ത്രീകളാണ് ഇത്തവണ മാരത്തണിന്റെ ഭാഗമായത്. പുരുഷന്മാരുടെ 42.2 കിലോമീറ്റർ മാരത്തണിൽ കെനിയയുടെ കിഗൻ വിൽഫ്രഡ് കിർവയും സ്ത്രീകളുടെ വിഭാഗത്തിൽ എത്തിയോപ്യയുടെ ബദാനെ ബെദാത്തു ഹിർപ്പയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. $30,000 ഇവർക്ക് സമ്മാനമായി ലഭിച്ചത്. കൂടാതെ മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് $20,000, മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് $10,000 സമ്മാനമായി നൽകി. സൗദി സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ പ്രസിഡന്റ് പ്രിൻസ് ഖാലിദ് ബിൻ അൽ വലീദ് ബിൻ തലാൽ അൽ സൗദും മാനേജിംഗ് ഡയറക്ടർ ഷൈമ സാലിഹ് അൽ ഹുസൈനിയും ചേർന്നാണ് വിജയികൾക്ക് സമ്മാനത്തുക കൈമാറിയത്. കായിക രാഷ്ട്രമെന്ന നിലയിൽ സൗദിയുടെ പ്രൊഫൈൽ ഉയർത്താൻ മാരത്തണിലൂടെ സാധിച്ചുവെന്ന് ഫെഡറേഷൻ പ്രസിഡന്റ് പറഞ്ഞു. മത്സരത്തിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിക്കുന്നതും സ്ത്രീക്കും പുരുഷനും തുല്യ പ്രതിഫലം നൽകുന്നതും രാജ്യം കൈവരിച്ച പുരോഗതിയുടെ നേർക്കാഴ്ചയാണെന്നും മാനേജിംഗ് ഡയറക്ടർ ഷൈമ സാലിഹ് അൽ ഹുസൈനി ചൂണ്ടിക്കാട്ടി. തമീം CP, മീഡിയ 1 റിയാദ്.